കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പട കട്ട കലിപ്പോട് കൂടിയിട്ട് അടുക്കളയില് ജാനി പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് അജയൻ അങ്ങോട്ട് വരുന്നത്. അജയൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ ദേഷ്യം ഇതുവരെയായിട്ടും തീർന്നില്ലേന്ന് ചോദിക്കാം. എങ്ങനെ തീരാനാ അജയേട്ടാ? ഈ സമയത്ത് തന്നെ അനാമിമോള് വന്ന സമയത്ത് തന്നെ ആ നായനപ്പിശാച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഏട്ടത്തിക്ക്. പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും എന്ന് പറ. അതിന് നായനമോള് വന്നോണ്ട് എന്താ കുഴപ്പമിരിക്കണേ എന്ന് അജയൻ ചോദിക്കണം. ഒരു കുഴപ്പമില്ലേ വന്നോണ്ട്? അവളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്ക് കിട്ടത്തില്ലെന്ന് പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനമോള് വന്നോണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാമികനേക്കാളും മുമ്പ് വന്ന അവളാണ് ഈ കുടുംബത്തിന്റെ മൂത്ത മരുമോളെന്ന് പറയാം. പിന്നെ ഒരു മൂത്ത മരുമോള് വന്നിരിക്കുന്നു, കണ്ടാലും മതി എന്ന് പറയണേ. നീ എന്തിനാ വെറുതെ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം. നയന വന്നതിന്റെ പേരില് ഇനിയിപ്പൊ അനാമികമോള് പിണങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നു. ഓഹോ അങ്ങനെയാണോ? അങ്ങനെ പോകുന്നവളാണ് അങ്ങോട്ട് പോട്ടെ. വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ എടുത്തടിച്ച് ഓടുന്നവളാണെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അനാമികമോൾ ഇവിടെ വേണ്ടെന്ന അജയേട്ടൻ പറയണല്ലേ? വേണ്ടെന്നല്ല, അനിയുടെ സ്വഭാവം അറിയാലോ. അനി എല്ലാവരുടെ മുന്നിൽ താന്നു കൊടുക്കണ. പക്ഷേങ്കില് അനാമികയുടെ മുന്നിൽ അതില്ല. കാരണം എന്താ? അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാ. അതെ അജയേട്ടാ, ഇനി സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ആ നയന കാരണം എല്ലാ പ്രശ്നം. നയനമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? നിങ്ങളെക്കാളും എല്ലാരെക്കാളും കൂടുതൽ ഈ വീട്ടില് അധികാരം അവകാശമുള്ള അവൾക്കാണ്, നയനയ്ക്ക്. അതിപ്പം നീ ആരോ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജാനയ്ക്ക് ദേഷ്യമേ. ഇത് അനാമികോൾ അല്ലാത്തന്നെ തിളച്ചു മറിഞ്ഞോണ്ടിരിക്കുവാന്ന് പറയണം. നല്ല ചൂട് പിടിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യുക, പോയി ഇച്ചിരി ആയുസ് എടുത്ത് വെക്ക്, അങ്ങ് തണുപ്പിക്കാൻ പറയണം. ഓ അജയേട്ടൻ തമാശ പറയല്ലേ? തമാശ അല്ലാതെ പിന്നെ എന്താ? അവളുടെ ഒരു അനാമികമോള് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കട്ട കരിപ്പോടെ അജയൻ അങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജാനയ്ക്ക്. പിന്നീട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അനാമികയ്ക്ക് തല പൊഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് അനിയുടെ വരവ്. അനിയെ കണ്ടത് അനാമിക പറഞ്ഞു, അനി നിന്റെ വെല്ലുമ്മ ഇപ്പൊ തന്നെ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ നയനെ? അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം സംഭവിച്ചേ? പിന്നെ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. അവൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയണം. അതെ, ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പോകാന്ന് പറയണം. ഓ അപ്പൊ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിട്ടായിരിക്കും നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലേന്ന് ചോദിക്കാം. അതെ, ഞാൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നൊന്നുമല്ലോ. കാരണം ഇവിടെ വീട്ടിൽ വേറെ പലരും ഉണ്ട്, അവര് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. അല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു പറയാം. ഓ എനിക്കറിയാടാ, അല്ലെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമില്ലാന്ന്. നിനക്ക് ആ നയനെന്ന് പറയുന്നവളും അവളുടെ അനീത്തിനെ അവരെയൊക്കെയല്ലേ ഇഷ്ടമെന്ന് ചോദിക്കണം. അതെ അങ്ങനെ തന്നെയാ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്ര ദിവസം ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി നീ വന്നോട് കൂടിയിട്ട് അതും കൂടെ ഇല്ലാതായി. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ അനാമികയെ, നമ്മൾ ഈ പുറമെ കാണുന്നതൊക്കെയല്ലേ ഉള്ളൂ. ബെഡ്റൂമിൽ നമ്മുടെ അവസ്ഥ എന്താന്ന് ഇനി ഞാൻ കൂടുതൽ പറയണം? എല്ലാം നിന്റെ കൈകൊണ്ടാന്ന് പറയും. മര്യാദയ്ക്ക് എന്നാ നിനക്ക് കൊള്ളാന്ന് പറയാം. ഓ അപ്പൊ എന്നെ ഇവിടെ അടിച്ചിരുത്താനുള്ള പുറപ്പാടായിരിക്കും നിന്റെ അല്ലേന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. അവനോ നന്നായി ജീവിക്കുവാണെങ്കിൽ അവനോന് കൊള്ളാം, ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനാമയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അനാമ പറഞ്ഞു, എനിക്കറിയാടാ നിന്റെ മനസ്സിൽ ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിരിക്കില്ലേ? എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊടിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ട് പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കുന്നു എന്ന് നീ വിചാരിക്കണ്ട. ദേ എന്റെ താലി പൊട്ടിച്ചിട്ട് അവളുടെ കഴുത്തിൽ നീ താലി കെട്ടാന്ന് മോഹിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അനാമയെ അങ്ങോട്ടേക്ക് പോവാണ്. എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ലെന്ന്. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് അനാമിക അങ്ങ് വരുവാണ്. അപ്പൊ ഇത് ദേവേനയും ജാനകി ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു, അതെ മോളിരിക്കാൻ പറയണ. ദേവേനെ പറഞ്ഞു, ആ മോളിരുന്ന് കഴിക്കുക, ഞാൻ വേണേ എടുത്തു തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജല ചോദിച്ചു, അല്ല എന്റെ മരുമകളെ കണ്ടില്ലോ, അവള് സാധാരണ ഗതി ഫുഡ് എടുത്തു വെച്ചാൽ പറന്നു വരണ്ടാണല്ലോ എന്ന് പറയണ. അപ്പോഴേക്കാണ് നവ്യയുടെ വരവ്. ഈ സമയം ജലജയോട് അവൾ പറഞ്ഞു, ദേവേനെ പറഞ്ഞു, ജലജ നീ ഇങ്ങനൊന്നും പറയല്ലേ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, ആ ഒരു പരിഗണന നീ അവൾക്ക് കൊടുക്കണമെന്ന് പറയാണ്. അല്ലാതെ നീ അവളെ ഇങ്ങനെ ഒന്ന് കുറ്റപ്പെടുത്തി ചെയ്യില്ലെന്ന് പറയണം. ഓ പിന്നെ അവളെ കുറ്റപ്പെടുത്തി ഞാൻ പറയണില്ല. അപ്പോഴേക്കും നവ്യ വന്നങ്ങോട്ട് ഇരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അനാമയോട് കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്ന് പറയണം. അതെ ഞാൻ വരുന്നതിന് മുമ്പ് നീ വന്നില്ലേ, പിന്നെ നീ എന്തിനാ പറയണേന്ന് ചോദിക്കുക. ഈ സമയം
ദേവേനെ ചുറ്റും അങ്ങനെ നോക്കുവാണ്. നയനയെ മാത്രം കാണുന്നില്ല. അവൾ ഇതല്ലേ പോയി. പെട്ടെന്ന് ചോദിച്ചു, അല്ല നയന എന്തേന്ന് ചോദിക്കണം. അപ്പൊ നവ്യ പറഞ്ഞു, ഞാൻ അവളെ വിളിച്ചാ ഇപ്പൊ വരുന്നില്ല, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് വന്നോളാന്ന് പറയാം. ഏട്ടത്തി ഏട്ടത്തി എന്തിനാ അവളെ അന്വേഷിക്കുന്നേ? അവളെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരും ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേനും വെട്ടി വിഴുങ്ങായിട്ടിരിക്കുന്ന അവള്. അതാ പിന്നെ സൗകര്യമാണല്ലോ എന്ന് പറയണം. അനാമിക പറഞ്ഞു, അത് ശരിയാ അപ്പച്ചി പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ കുറെ കഴിക്കാലോ. ചേട്ടത്തിക്കും അനിയത്തിക്കും ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തല്ലേ നിൽക്കും. ഇത് കേട്ടതും നബി പറഞ്ഞു, അത് നിനക്കാടി, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ആദ്യം ഓടി വന്നേന്നൊക്കെ ചോദിക്കാം. അവസാനം ജാനകി പറഞ്ഞു, ഫുഡിന് മുന്നിൽ ഇരുന്നിട്ട് ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറയണം. ദേവേനി പറഞ്ഞു, ഞാൻ നയനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ജല ചോദിച്ചു, അതിന്റെ ആവശ്യം എന്താ ഏട്ടത്തി? അതെ, അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ആദർശം ജയണ്ണൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്തില്ല, അവളെ പട്ടിണിക്കുന്ന് ഇട്ടെന്നൊക്കെ പറയും. ചിലപ്പം ആദർശം വന്നു കഴിയുമ്പോൾ അവൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണം. പെട്ടെന്ന് നവ്യ പറഞ്ഞു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം വല്യമ്മേന്ന് പറയാ. വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്ന് കഴിച്ചോ, കഴിക്കാനിരുന്നല്ലേ, ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നാളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. ജലജയും ജാനകിയൊക്കെ പരസ്പരം നോക്കണം. അനാമയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുമില്ല. പിന്നീട് ദേവേനി ചെന്ന് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നയന ചെന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തേന്ന് ചോദിക്കാം. അല്ലമ്മേ, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട്, ഇനിയിപ്പൊ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് വരാതിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് വന്നാലല്ലേ നിനക്ക് പറയാൻ പറ്റുള്ളൂ നിനക്ക് ആ ഫുഡ് തന്നില്ലാന്ന്. എന്നിട്ട് ആദർശം ജയണ്ണും പിന്നെ എന്റെ മുന്നിൽ മുഖം വീർപ്പിക്കാല്ലേന്ന് ചോദിക്കുക. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. എങ്ങനെ പ്രതീക്ഷിച്ചില്ല? എങ്കിൽ മര്യാദയ്ക്ക് കഴിക്കാൻ വരാൻ പറയണം. വേണ്ട, ഞാൻ പിന്നെന്നൊരു ഇതില്ല ഇവിടെ. അതെ, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നിനക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വന്ന് കഴിക്കുക. ഇനിയിപ്പം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നീ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി പോണ്ട. അതുകൊണ്ട് മാത്രം ഞാൻ അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയാം. അല്ലമ്മേ, ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഞാനും അടുക്കള കയറി സഹായിക്കാന്ന് പറയണം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അടുക്കള കയറേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇത്രയും ദിവസം നീ ഇല്ലാഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഓടിപ്പോയല്ലോ. അപ്പൊ ഇനി ഞാൻ മതി, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നു കയറിയത് ഞാനാ. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട. നീ ഇവിടെ മഹാറാണിയെ പോലെ അങ്ങോട്ട് ഇരുന്ന് തന്നാൽ മാത്രം മതി. അങ്ങനെയാണ് പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അല്ലമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വേണ്ട, നീ കൂടുതലൊന്നും ഉദ്ദേശിക്കണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ദേവേനെ കുറ്റപ്പെടുത്തുക. ദേവേരുടെ മനസ്സിലാണോ കടലോടെ സ്നേഹമുണ്ട്. പക്ഷെ അതിങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും, അത് ശരിയാകത്തില്ല. ഒരു കാരണവശാലും ഇപ്പൊ അവള് അറിയരുത് സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം. പിന്നീട് ദേവേനെ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു വെച്ചു, അല്ല നയനെ, നിനക്കറിയാവോ എനിക്ക് കല്ല് പത്ത് നൽകിയത് ആരാന്നുള്ള കാര്യം? പെട്ടെന്ന് നയനെ ഒന്ന് വെപ്രാളപ്പെട്ടു. അല്ല, അത് പിന്നെ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടീനെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് പറയാം. അപ്പൊ നീയും കണ്ടില്ലല്ലേന്ന് ചോദിക്കണം. ഇല്ല, കണ്ടില്ല. കുഴപ്പമില്ല, അവൾ ആരാന്ന് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഈ വീട്ടിലുള്ള ആരും എന്നോട് സത്യം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ അധികം വൈകാതെ തന്നെ ഞാൻ കണ്ടെത്തും. ഇനിയിപ്പം എനിക്ക് അവളോടുള്ള സ്നേഹവും കരുണയും അത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അറിയാവോ, നീ ഒരു കാര്യം ചെയ്യണം, അവളെ കണ്ടുപിടിക്കണം, നീ അവളെ മാതൃകയാക്കണം എന്നൊക്കെ പറയാം. നയന പറഞ്ഞു, അതെ, അത്യാവശ്യം കരുണയൊക്കെയുള്ള കൂട്ടത്തിലാ അമ്മ ഞാനെന്ന് പറയാം. ഒരുപക്ഷെ നീയാണ് എനിക്ക് കരള് ഭാഗത്ത് തന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചാണെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ കണ്ണുകളൊന്നും തിളങ്ങി. അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ പറയണെന്നുള്ള കാര്യം നയനയ്ക്ക് അറിയത്തില്ലോ. പിന്നീട് ദേവേനി പറഞ്ഞു, ബാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനാമിക പറഞ്ഞു, അവളിങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ കഴിക്കാതെ ഏറ്റു പോവാണെന്ന് പറയണം. ആ സമയം നവ്യ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയിക്കോളാൻ പറയാം. ആ സമയത്താണ് നവ്യയുടെയും ദേവേന്റെ വരവ്. അങ്ങനെ നവ്യയുടെ അല്ല, നയനയുടെയും ദേവേന്റെ വരവ്. ആ ദേവേനെ വന്നിട്ട് പറഞ്ഞു, ഇരിക്കാൻ പറയണം. അങ്ങനെ നയന ഇരുന്നിട്ട് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കണം. നീ എന്താ കഴിക്കണില്ലേ? ഇനി ഞാൻ എന്താ നിനക്ക് എടുത്തു തരണോ? ഞാൻ വേണം വാരി കൂട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പം ജലജ ജാനി ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം ഫുഡ് കഴിക്കാത്തതിന്റെ പേരിൽ എനിക്കിനിയിപ്പോൾ വഴക്ക് കേൾക്കാൻ പറ്റില്ല, നീ എടുത്ത് കഴിക്കാൻ പറയണം. അങ്ങനെ നയന കഴിക്കാനായിട്ടിരുന്നു. കഴിക്കാൻ തുടങ്ങി അങ്ങോട്ടിരുന്നു. ജലജ ജാനിയും പരസ്പരം നോക്കിക്കൊണ്ട് പിറുപിറുക്കുവാണ്. ദേവേനെ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതേ ഇഷ്ടപ്പെട്ടോ നോക്കുക. ഇനിയിപ്പോ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നും ഉണ്ടാക്കി തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അത് പരാതിയായിട്ട് ആദർശനോട് പറയേണ്ട കാര്യമില്ല എന്ന് ദേവേനെ പറയാം. ജലജ പറഞ്ഞു, എന്തിനാ ഏട്ടത്തി ഇവളെ സൽക്കരിക്കണേ, അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കും. അതെ, ഞാൻ എന്റെ മകനും ജേടനും ഒക്കെ വേണ്ടിയിട്ടാ. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഇവള് വീട് വിട്ട് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത് മതി എന്ന് പറയണം.
നാളെ മുതൽ ഞാനാ ഇനി എന്നും അടുക്കള കയറി എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണേ. ജലജ പറഞ്ഞു, അതെന്തിനാ ഏട്ടത്തി തന്നെ മരുമോളുണ്ടല്ലോ, പിന്നെന്തിനാ ഏട്ടത്തി തന്നെ കയറുന്നത്? ഇത്രയും കാലം ഇവളല്ലേ ഇവിടെ വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നേന്ന് ചോദിക്കുക. ഏ, അവൾ അടുക്കള കയറണ്ടെന്ന് പറയണം. അവളെ അടുക്കള കയറിയാൽ ശരിയാവത്തില്ല. അവളെ അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല, അവള് കയറി ഉണ്ടാക്കണേന്ന് പറയാണ്. നയനിക്ക് ഇത് കേട്ടപ്പോൾ സങ്കടം വന്നു. നയന പറഞ്ഞു, അങ്ങനെയാണൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാന്ന് പറയാണ്. വീട്ടിൽ നിന്ന് എന്തിനാ പോകുന്നേ? വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമുണ്ടോ? നിന്നോട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഉണ്ടായിക്കോളാന്നല്ലേ പറഞ്ഞേ, എനിക്കറിയാം ഉണ്ടാക്കാനായിട്ടൊക്കെ എന്ന് പറയണം. ജാനകി പറഞ്ഞു, അല്ല ഇവൾക്ക് കയറി കൂടിയാൽ എന്നാ കുഴപ്പമിരിക്കണേ, ഇവള് കയറി സഹായിച്ചാൽ എന്നാ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കും. ഇവിടെ എനിക്കും ഒരു മരുമോളുണ്ട് എന്ന് ജലജ പറയാ. ഇതുവരെയായിട്ടും അടുക്കള ഭാഗം കണ്ടിട്ട് കൂടിയില്ലെന്ന് പറയണം. നവി പറഞ്ഞു, അതെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നോണ്ടാ, പിന്നെ ഞാൻ മാത്രമല്ല ഇവിടെ വേറെ പലർക്കും ഉണ്ടല്ലോ മരുമക്കള്, അവർക്കൂടെ അടുക്കള കയറി എന്താ കുഴപ്പം? അനാമി പറഞ്ഞു, അങ്ങനെ അടുക്കള കയറേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ ഇതിലായിട്ട് ഒന്നും ഉണ്ടാക്കി പഠിച്ചിട്ടില്ല, എനിക്കൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ലെന്ന് പറയാം. ജാനകി പറഞ്ഞു, അത് ശരിയാ, മോൾ അടുക്കള കയറണ്ടെന്ന് പറയണം. ദേവേന് പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജാനകി? കാരണം നമ്മൾ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാ അതിന് മാത്രം സമയം കാണുള്ളൂ. നമ്മൾ അടുക്കള കയറി ഒന്നും എല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ അനാമിക മോളെ. നൈസായിട്ട് അനാമിക്കിട്ട് പണി കൊടുക്കുവാണ്. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമല്ലേ നാളെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് പഠിക്കണ്ടേ. അതുകൊണ്ട് അനാമിക മോളെ അടുക്കള കയറണം എന്ന് പറയാം. അനാമിക്ക് നല്ല ദേഷ്യം വന്നു. മരുമോളെ അകത്തിരുത്തിയിട്ട് തന്നെ അടുക്കളക്കാരിയാക്കാനായിട്ടാ തള്ളയുടെ ശ്രമം. എന്ത് ചെയ്യാനെന്ന് പറ. വന്ന് പെട്ടും കൊടുത്തുപോയി. ഇനിയിപ്പം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അനാമയ്ക്കാണെങ്കിൽ ആകെപ്പാടെ കട്ടക്കലിപ്പായി, വല്ലാത്തൊരു ബുദ്ധിമുട്ടുമായി. അങ്ങനെ നയനെ ഫുഡ് കഴിക്കുക. നയനെ ഫുഡ് കഴിച്ചോണ്ട് എനിക്ക് ദേവേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അത്രമാത്രം സ്നേഹമാണ് ദേവേനിക്ക്. അത് പുറത്തൊന്നും കാണിക്കാനും പറ്റുന്നില്ല. പിന്നീട് നയനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആദർശിനെ ഫോൺ ചെയ്യണം. ആദർശ് ചോദിച്ചു, എന്തെടുക്കുക നീ? അതെ ഞാനിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നുള്ളൂ ആദർശേണോ, ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമെന്ന് പറയണം. അതെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയണം. എന്ത് സന്തോഷ വാർത്ത? അമ്മ എനിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ആഹാരം ഉണ്ടാക്കി തന്നേന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ. അതെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ. അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താന്ന്. ആ എന്നാ അതുകൊണ്ടായിരിക്കും എനിക്ക് ഉണ്ടാക്കിയത്. പതിവിലും വിപരീതമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആഹാരത്തിന് നല്ല രുചിയുണ്ടെന്ന് ഈ പറയുന്ന അമ്മച്ചിയും ഇളയമ്മയും ഒക്കെ പറയുകയൊക്കെ ചെയ്തെന്ന് പറയണ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഞാൻ കൊള്ളാലോ, അത് നല്ല സൂചനയാണല്ലോ പറയും. പക്ഷെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണ. അത് പിന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ എന്ന് ആദർശം പറയാം. അതെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലും കൂടെ പോയിട്ട് വരുവുള്ളൂ എന്ന് പറയണ. അതിന് മാത്രം ആദർശന് എന്താ പറ്റിയത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്? വേറൊന്നും പറ്റിയില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നടക്കേണ്ട പല ചടങ്ങുകളും നടന്നിട്ടില്ലോ, അപ്പൊ ഡോക്ടറെ ഒന്ന് കാണണം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയും. ഇത് കേട്ടതും നയന പറയും, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ വെച്ചേ എന്ന് പറഞ്ഞോണ്ട് നയന ഒരു നാണത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.